ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേർഡിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സനുട്ടനെ മദ്രസക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ പോകുമ്പോൾ നല്ല മനസ്സിക്ക് സമാധാനമാണ് കേട്ടോ. അല്ലെങ്കിൽ മദ്രസക്കൊക്കെ പോകുമ്പോൾ നല്ല മഴയിക്കാരം. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ മദ്രസക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഓനൊരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുകടിയൊക്കെ കൊടുത്തിട്ട് ഓനെ മദ്രസക്ക് പറഞ്ഞേക്കും. പിന്നെ ഓന് കാച്ചണ ചായ തന്നെ എനിക്കൊരു ഗ്ലാസ്സും ഉണ്ടാവും കേട്ടോ. അങ്ങനെ 2 ഗ്ലാസ് ചായ ഞാൻ ഫസ്റ്റ് തന്നെ കാച്ചാം കേട്ടോ. അങ്ങനെ ഇതാക്കണേ ബാക്കിയുള്ള ചായയും കൂടി അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി നമുക്ക് ചായക്ക് കടി നമുക്കിന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം ഇന്ന് കടിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ അയക്കില്ല സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എന്താണ് ഇന്ന് നമുക്ക് കടി? മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മസാല സെറ്റാക്കണമല്ലോ, എന്നിട്ടല്ലേ ദോശ ചൂടാൻ പറ്റുള്ളൂ. അപ്പം ദോശൻ്റെ മാവ് ഞാൻ അവിടെ എടുത്ത് വെച്ചിക്കണം കേട്ടോ. നമുക്കത് മാവൊക്കെ നൊരഞ്ഞിക്കണോ പൊന്തിക്കണോ എന്നൊക്കെ നോക്കണം. അപ്പം ഞാൻ നോക്കിക്കണം കേട്ടോ. അപ്പം കാണിച്ചു തരാം കേട്ടോ. കാണാൻ പോണ പൂരം വിളിച്ചറിയണ്ടല്ലോ. അങ്ങനെ ഇതാക്കുന്ന കേങ്ങൊക്കെ തോലൊക്കെ കളഞ്ഞ് പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിക്കണം കേട്ടോ. പച്ചമുളക് തോന ഇടുന്നുണ്ട് കേട്ടോ, കാരണം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. ഇപ്പം നമ്മൾ വാങ്ങിയ മുളകിനൊക്കെ കുറച്ച് കമ്മിയാണ് കേട്ടോ. പിന്നെ തോന്നി കുറച്ച് മുളകും പൊടി പാടെ ഇട്ടാൽ മതി എന്നൊക്കെ, പക്ഷേങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർമ്മയായത് കേട്ടോ. കുറച്ചുകൂടി മുളകും പൊടി ഇട്ടാൽ മതി എന്നുള്ളത്. പിന്നെ ഇപ്പം പോയ ബസ്സിന് കഞ്ചാട്ടിയിട്ട് കാര്യമല്ലല്ലോ. അപ്പം ഇനി നമുക്ക് വരുന്ന ബസ്സിന് കഞ്ചാട്ട. ഇനി നമുക്ക് ഇങ്ങനെ എരിവില്ലാത്ത മുളക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് മുളകും പൊടിയും വേറെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം അല്ലേ. അങ്ങനെ അതാക്കണേ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് നമ്മളെ കുക്കറുണ്ടല്ലോ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇന്ന് ചട്ടിനി അല്ല കേട്ടോ ഉണ്ടാക്കണത്. ഇന്നാൾ ഞാൻ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയ ഒരു ചമ്മന്തി ഉണ്ടല്ലോ എൻ്റെ മക്കളെ. ഈ ചമ്മന്തി ഒരു സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഇനി. അപ്പോൾ നല്ല രസമുണ്ടേനെ കേട്ടോ. അപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കിയപ്പം നമ്മളെ വലിയ കുട്ടി പറഞ്ഞേ, ഇമ്മച്ചിയെ ഈ ചമ്മന്തി മാണ്ടിയത് ഏക്കാന്നറിയാം, നമ്മളെ ഉയർന്നിട്ടുണ്ടാക്കണം അപ്പല്ലേ അയക്കാണ് കേട്ടോ മാണ്ടിയത്. ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിയാർ ആയിക്കോട്ടെ എന്ന് നമ്മളും പറഞ്ഞു കേട്ടോ. അപ്പം ഇഡ്ഡലി ദോശ അയക്കൊക്കെ ഈ ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മസാല ദോശയും ആ ചമ്മന്തിയാണ് ഉണ്ടാക്കണം. ഇന്നെങ്കിലും നമ്മളൊന്ന് മാറ്റി പിടിച്ച് നോക്കിയാണ് കേട്ടോ. അല്ലെങ്കിൽ ചട്ടിനി അല്ലെങ്കിൽ സാമ്പാർ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കൽ. ഇന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കിട്ടോ. എന്നും ഒരേ രുചി തന്നെ ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ നമ്മളെ കേങ്ങൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ മസാലക്കുള്ളത്. അങ്ങനെ ഇതാ ഞാൻ ഒരു വല്ലുള്ളി എടുത്തിക്കണേ, പിന്നെ ഒരു ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, പിന്നെ 2 പൊണ നമ്മൾ വെളുത്തുള്ളി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പുളിയുമാണ്. പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളകാകുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ പാരുക, അതിക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. വറ്റൽമുളക് നല്ല ഒരു എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ച് മുളകും പൊടിയും വാട ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല ചൂടി വേണം കേട്ടോ. എരും വേണം, പുളി വേണം, ഉപ്പ് വേണം, ഒക്കെ വേണം കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ചിലവർ ഇങ്ങനെ ഈ വല്ലുള്ളി വാട്ടാതെ തക്കാളിയും വാട്ടാതെയൊക്കെ ചമ്മന്തിയാക്കും കേട്ടോ. അപ്പോൾ ഒരു പച്ചച്ചോയല്ലേ. അപ്പോൾ ആ ഒരു പച്ചച്ചോയ ഇല്ലാതൊക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പം ഇനി ഉള്ളി വാട്ടാതെ ഉണ്ടാക്കിയാൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ചിലപ്പോൾ രസം ഉണ്ടാവില്ല, കാരണം അതിനൊരു ഉള്ളിക്കൊരു പച്ചക്കുത്ത് ഉണ്ടാവുമല്ലോ. പിന്നെ കടുകൊക്കെ വറുത്ത് കണ്ടൊക്കെ അതിലിട്ട് കണ്ടൊക്കെ ഒന്ന് താളിച്ചിടൊക്കെ കാണാം കേട്ടോ. ആ പിച്ചൊന്നും കൂടി ഇത് തോന്നിയത് ഇതാണ് കേട്ടോ, കാരണം ഉള്ളിൻ്റെ പച്ചച്ചോയ നമുക്കറിയാലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാകണേ തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കട്ടോ. ചൂട് കൊടുക്കുക നമ്മളെ മിക്സിയിലിട്ട് അടിച്ചത് കേട്ടോ. ആ ചൂടിൻ്റെ ഇതുകൊണ്ട് മുഖത്തേക്കൊക്കെ തെറിച്ചാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ചൂടുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ ചൂടാറിയിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലൊക്കെ ഇട്ട് അരക്കാം കേട്ടോ. പിന്നെ നമ്മളെ കേങ്ങ് അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മളെ മസാല ഉണ്ടല്ലോ, അതും ഒന്ന് കടുകും കരിയേപ്പും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ അങ്ങനെ അതാക്കണേ അത് സെറ്റായിട്ടോ, മസാല സെറ്റായി. ഇനി നമുക്ക് അപ്പം ചൂടാട്ടോ. അപ്പോൾ ഇനി മാവ് കാണണ്ടേ, കണ്ടോളിട്ടോ. സൂപ്പറാണ് കേട്ടോ. ആയി വന്നിക്കണേ കണ്ടില്ലേ.
ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിക്കണം കേട്ടോ നമ്മളെ മാവ്. അപ്പോൾ അപ്പം ചുട്ടാലും സൂപ്പർ അന്നേക്കാരം അല്ലേ. മാവ് പൊങ്ങിയാൽ അപ്പോൾ നന്നാവും. അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് ചുട്ടോക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകട്ടെ. പിന്നെ നമുക്ക് നമ്മൾ ഉള്ളി ഉണ്ടല്ലോ വാട്ടി വെച്ചേ, അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തുള്ളി പുളിമ്പാട് ഇട്ടേക്കണം കേട്ടോ. അപ്പം പുളി വേണ്ടിയോലും ഇട്ടാൽ മതി, വേണ്ടാത്തോലും ഇടണ്ട കേട്ടോ. അപ്പം അങ്ങനെ അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തേക്കണം കേട്ടോ. അപ്പം അങ്ങനെ സമ്മന്തി സെറ്റായി. ഒക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ അപ്പം ചൂടുന്നത്. കാരണം മസാല ദോശ ആയതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ചൂടോടുക്ക മതി. അപ്പം എന്നാൽ പിന്നെ ഞാനും തന്നെ ചൂടോടുക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ മിന്നൂട്ടിനെ പോയി വിളിച്ചു കേട്ടോ. നമ്മൾ സാനൂട്ടം പോയിക്കണമല്ലോ മദ്രസക്ക്. ഞാൻ വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ ചുട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതാക്കണേ ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം ഒന്ന് പാർന്ന് കൊടുത്തേക്കണേ, ചുറ്റിച്ചു കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ മസാല ദോശ ആകുമ്പോൾ കുറച്ചുകൂടി വലിയതൊക്കെ ആകണം. പക്ഷേങ്കിൽ ആ ചട്ടി ചിലപ്പോൾ നമ്മളെ പറ്റിച്ചു. അതുകൊണ്ട് ഞാൻ എന്താട്ടുന്നേരം ഇതിലാണ് കേട്ടോ ഇപ്പം ചുട്ടെടുക്കൽ. അല്ലെങ്കിൽ മസാല ദോശയൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മളെ പത്തിരി ഇടുന്ന ചട്ടി ഉണ്ടല്ലോ അതിലാണ് ഞാൻ ചുടൽ. ഇപ്പോൾ നമ്മളിതിലാണ് കേട്ടോ ചുടൽ. അങ്ങനെ ഇതാക്കണേ നമ്മളെ മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മളെ മിന്നൂട്ടി പല്ലൊക്കെ തേച്ച് മോറൊക്കെ കേകി മസാല ദോശയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കടക്കപ്പായി എന്നൊക്കെ നല്ല സന്തോഷത്തോടു കൂടി മണ്ടി നീച്ചേക്കണം കേട്ടോ. കാരണം ഓൾക്ക് ഇഷ്ടപ്പെട്ട കടിയാണ് വെച്ചെങ്കിൽ നല്ല സന്തോഷമായിക്കാരം കേട്ടോ. അത് വിളിച്ചുമ്പോൾ തന്നെ ചോദിച്ചു കേട്ടോ എന്താ കടിയെന്നുള്ളത്. അപ്പം നമ്മൾ ഇന്നതാണെന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമായിക്കാരം. അവർക്ക് പറ്റാത്ത കടിയാണ് വെച്ചെങ്കിൽ അപ്പോൾ പിന്നെ പറയേണ്ട, അങ്ങനെ നുള്ളി പൊറുക്കി അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ചായ കുടിച്ചും ചേച്ചും നുള്ളി പൊറുക്കി പറയും ചേച്ചു കേട്ടോ. അങ്ങനെയാണ് മക്കൾ. അപ്പം അങ്ങനെ മസാല ദോശയൊക്കെ സെറ്റാക്കി ഹോക്കില്ലത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതും പാടെ ചൂടാണ് കേട്ടോ. പിന്നെ നമ്മൾ സനുട്ടനും വന്നിക്കണം കേട്ടോ. മദ്രസൊക്കെ വിട്ട് ഓള് പോയപ്പോൾ ഓനാണ് വരും. പിന്നെ ഓനില്ലതും ചുട്ടുകൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മറ്റേ അപ്പോൾ ഞാൻ പരത്തിക്കണം. അങ്ങനെ ഓനില്ലതും ചൂടാണ് കേട്ടോ. അങ്ങനെ ഓനില്ലതും ഞാൻ കൊടുത്തിട്ട് പിന്നെ എനിക്ക് മസാല വേണ്ട കേട്ടോ. ഞാൻ മസാല ഇല്ലാത്തതാണ് കേട്ടോ. എനിക്ക് ആ ചമ്മന്തി കൂട്ടി തിന്നാൻ അത് ഭയങ്കര പൂതിട്ടോ. അപ്പം ഞാൻ ചമ്മന്തി കൂട്ടിയിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല മൊരിയിച്ച് കട്ടില്ലാതെ ചുട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മളെ മക്കളെന്താ പറയുന്നത് അറിയാം, നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ അപ്പല്ലേ, നിങ്ങൾക്ക് എന്തേ മസാല വേണ്ട ചോദിച്ചു. അപ്പം മണ്ണിച്ച് മസാല വേണ്ട, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടോ. അപ്പം നമ്മൾ മസാല ഇട്ടുകാണ്ട് ഒന്ന് ആദ്യം ടേസ്റ്റ് ചെയ്തിക്കണം കേട്ടോ. അത് വേറെ കാര്യം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് എടുത്തിക്കണത്. അല്ലെങ്കിൽ ഈ അപ്പൊക്കെ ആണെങ്കിൽ 2 3 ഒക്കെ പോകും കേട്ടോ. അങ്ങനെ ഇതാക്കണേ ചമ്മന്തിയും കൂട്ടി നമ്മൾ അപ്പൊക്കെ തിന്നിട്ടോ. അപ്പം വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഒന്നും കൂടിയൊക്കെ ഉണ്ടാക്കി തിന്നാനൊക്കെ ഒരു പൂതി. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി നമ്മളെ വൈതലങ്ങ അതിൻ്റെ തയ്യുമ്പോൾ കണ്ടില്ല നിറച്ച് പുയ്ക്കുത്തോ പിന്നെ ചായയോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്മേൽ നിറച്ച് കായ് ഉണ്ടാവണത് കഴിഞ്ഞിട്ടോ. അപ്പം ചിലവർ പറയണേക്കാം ഇങ്ങനെ കായ് കാണുമ്പം കണ്ണിട്ടതാണ് എന്നൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കണ്ണിട്ടതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ ഞങ്ങളെ. കാരണം നമ്മളെ വൈതലങ്ങ തൈ ഉണ്ടല്ലോ പറ്റങ്ങട്ട് ഇതായിട്ടോ. കണ്ടപ്പം വല്ലാത്തൊരു സങ്കടം കേട്ടോ. കണ്ടില്ല നിറച്ച് പൂവൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ചായൻ്റെ മരുന്നടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലും പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ഒരുപാടുണ്ട് കേട്ടോ. ആ ഇലകളൊക്കെ നുള്ളിയെടുക്കുകയാണേ. എന്നിട്ട് നമുക്ക് ഒന്ന് മരുന്നടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നറിയാലോ. അപ്പം അങ്ങനെ ഇതാക്കണം. കുറച്ച് വൈതലങ്ങ ഉണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ ആ വൈതലങ്ങ കൂടി ഞാൻ പറിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ മരുന്നടിച്ചതിൻ്റെ മുന്നേ വൈതലങ്ങ 2 3 ഉണ്ടായിന്. അതുകൂടിയൊക്കെ പറിച്ച് നമ്മൾ എടുത്തിട്ട് മരുന്നടിച്ച് നോക്കാം കേട്ടോ. അപ്പം ചായൻ്റെ ആ മരുന്ന് കുറച്ച് ദിവസം മുന്നേ അവിടെ കൊടുന്ന് വെച്ചതേന് നല്ല മണമുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ മൂക്കൊന്നും ഞാൻ പൊത്തിയില്ല കേട്ടോ. ആ കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ കുരക്കന്നെ കേട്ടോ. അതടിച്ച് കഴിഞ്ഞാലേ പിന്നെ എനിക്ക് തോന്നിയത് കേട്ടോ മൂക്കൊക്കെ പൊത്തിയിട്ട് വേണം അതിന് മരുന്നടിച്ചാന്നൊക്കെ. കാരണം നല്ല ഗ്യാസ് ഉണ്ടായിന് കേട്ടോ അതിന്. അത് പിന്നെ അങ്ങോട്ട് ആയപ്പോൾ ഇങ്ങനെ കുരക്കന്നെയാണ് കേട്ടോ. കുരക്കാൻ തന്നെ ഒഴിവുള്ളൂ കേട്ടോ. ഇപ്പം ആ നിൽക്കണതൊക്കെ എന്താണെന്നറിയോ കുരച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ മരുന്നടിച്ചാലെങ്കിലും ഇനി നമ്മൾ ആ ചായ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഒരുപാട് ഉണ്ടായിന് കേട്ടോ അതിന്മേ വൈതലങ്ങ. നിങ്ങൾ എന്നെ കണ്ടുക്കണമല്ലോ ഞാൻ പറിച്ചിടയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം വീഡിയോ കാണുമല്ലോ, എന്നും വീഡിയോ കാണണം.
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ശീലമാക്കും ചെയ്യട്ടോ. നമ്മൾ വീഡിയോ കാണൽ അതൊന്ന് പതിവാക്കിക്കൊള്ളേണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോഴല്ലേ പിന്നെ നമുക്ക് ഇനിയും വീഡിയോ ഇടാൻ വേണ്ടി ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കും തന്നെ മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടുണ്ട്, കമൻ്റ് ഉണ്ട്, പിന്നെ സബ്സ്ക്രൈബ് ഉണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സുഖമാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയണത്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മിറ്റടിച്ച് വരികയാണേ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരട്ടോ. ഇത് ചോറും കൂട്ടാനും കൂടി ഇതിൽ ഉണ്ടാക്കണം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ത്ത് കുറേ കൂടും. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഒരു ചടപ്പേക്കാരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ആയിട്ട് പിന്നെ വരേണ്ട എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.